ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ, അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ മലയാളം അഥവാ അടിസ്ഥാന പാഠാവലി സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കണ്ടത്തിൽ പാറയിൽ ചെന്ന് ഇരുന്നു, ചുറ്റും തുമ്പികൾ നൃത്തം വയ്ക്കുന്നു. തുമ്പിതുള്ളൽ കേട്ടിട്ടേയുള്ളൂ, ഇത്ര മനോഹരമാണെന്നറിഞ്ഞ നിമിഷങ്ങൾ. ചെറുകാറ്റ് വീശുമ്പോൾ അവ ദൂരത്തേക്ക് പറന്നു മാറുന്നു. ഒരിടത്തും ഇരിക്കാതെ അവ തുള്ളിക്കൊണ്ടേയിരിക്കുന്നു. കാറ്റിൽ അവയ്ക്ക് നൃത്തം ചെയ്യാൻ പ്രയാസമുണ്ടാവണം. അവർ അപ്രത്യക്ഷരാകുന്നു. കാറ്റു പോകുമ്പോൾ വീണ്ടും വന്ന് നൃത്തം വയ്ക്കുന്നു. പാറയിൽ കിടന്ന് ആകാശം കാണുമ്പോൾ ഇന്നേ വരെ കാണാത്ത കുഞ്ഞരി മേഘങ്ങൾ. തിരിച്ചു നടക്കുമ്പോൾ കിഴക്ക് മലകൾ മഞ്ഞു മൂടിക്കിടക്കുന്നു. ഒരു ഹിമാലയം ദൃശ്യം പോലെ. നടന്ന് പാലത്തിലെത്തുമ്പോൾ സന്ധ്യ കനക്കുന്നു. സൂര്യൻ താഴുന്നു. കണ്ണിത്തുള്ളിയിലെ പ്രപഞ്ചം. മൈന ഉമൈബാൻ. അപ്പോൾ കൂട്ടുകാരി ഭാഗം വായിച്ചു നോക്കിയല്ലോ. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കിയാലോ. ആദ്യ ചോദ്യം എന്താണ്? ചുറ്റും തുമ്പികൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ കൂട്ടുകാരെ. യെസ്, എന്താണ് ചെയ്യുന്നത്? അതെ, നൃത്തം ചെയ്യുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? നൃത്തം ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരിടത്തും ഇരിക്കാത്തത് ആരാണ്? ഒരിടത്തും ഇരിക്കാത്തത് ആരാണ്? അതെ, തുമ്പികളാണല്ലേ. ആൻസർ എന്താണ്? തുമ്പികൾ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞരി മേഘങ്ങൾ എവിടെയാണ് കാണുന്നത്? ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞു എവിടെയാണ്? അതെ, ആകാശത്ത്. കുഞ്ഞരി മേഘങ്ങൾ എവിടെയാണ്? യെസ്, ആകാശത്ത്. നാലാമത്തെ ചോദ്യം നോക്കാം. ചെറുകാറ്റ് വീശുമ്പോൾ അവ ദൂരേക്ക് പറന്നു മാറുന്നു. കാരണം എന്താവാം? എന്താണ്? അവയ്ക്ക് കാറ്റിനെ ഇഷ്ടമല്ല. കാറ്റ് വീശുമ്പോൾ പറക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ. ഇതിനെന്താണ്? കാറ്റും തുമ്പികളും സുഹൃത്തുക്കളായതിനാൽ. ഇതിൽ ആൻസർ ഏതാണ്? അതെ, ബി ആണല്ലേ ആൻസർ. ബി, കാറ്റ് വീശുമ്പോൾ പറക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സന്ധ്യ കനക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സന്ധ്യ കനക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? യെസ്, ഇരുട്ടായി തുടങ്ങുന്നു എന്നാണല്ലേ. സന്ധ്യ കനക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇരുട്ടായി തുടങ്ങുന്നു. ഓക്കെ, ദെൻ പ്രവർത്തനം 2 നോക്കാം നമുക്ക്. വാഗ്മയ ചിത്രം തയ്യാറാക്കുക. ഒരുപാട് സ്നേഹത്തിൽ മുത്തം നൽകും, ഒരുപാട് കഥകൾ തൻ കെട്ടഴിക്കും, നാലും കൂട്ടി മുറുക്കിത്തുപ്പും, നാവിൻ നിറമത് ശോഭിക്കും, പല്ലുകൊഴിഞ്ഞ മോണ കാട്ടി പുഞ്ചിരി തൂകും മുത്തശ്ശി. ഷിജി CV എഴുതിയ കവിതയിലെ മുത്തശ്ശിയെ പരിചയപ്പെട്ടില്ലേ? നിങ്ങൾക്കറിയാവുന്നൊരു മുത്തശ്ശിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേകത വിവരിച്ച് വാഗ്മയ ചിത്രം തയ്യാറാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ചിത്രത്തിൽ എന്താണ്? മുത്തശ്ശിയുടെ രൂപം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സവിശേഷതകളൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അനുയോജ്യമായൊരു ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടാകണം. ദെൻ വാക്യഘടന, ചിഹ്നം എന്നിവയെല്ലാം പാലിച്ചിട്ടുണ്ടാകണം. മാത്രമേ കൂട്ടുകാർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ ആരാണ്? അതെ, കലാമണ്ഡലം കൃഷ്ണൻ നായർ. ആരും തെറ്റിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ദെൻ പ്രവർത്തനം 3, ജീവചരിത്രക്കുറിപ്പ്. ഹലോ സുരഭി, എന്തേ മീനു? അക്കിത്തത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ ടീച്ചർ പറഞ്ഞില്ലേ? ആണോ? അതെങ്ങനെ എഴുതും? ഏതാനും സൂചനകൾ ടീച്ചർ തന്നിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് അയച്ചു തരാം. ഓ, സന്തോഷമായി. ക്വസ്റ്റ്യൻ എന്താണ്? സുരഭി മീനുവിന് നൽകിയ വിവരങ്ങൾ ചുവടെ നൽകിയിട്ടുണ്ട്. ആ വിവരങ്ങളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും ചേർത്ത് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കൂ. ജ്ഞാനപീഠം 2019 പത്മശ്രീ. ദെൻ 1926 മാർച്ച് 18 കുമരനെല്ലൂരിൽ ജനനം. പാലക്കാട് ജില്ല. ഉണ്ണി നമ്പൂതിരി മാസിക. ദെൻ ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്ന ആത്മാവിലായിരം സൗരമണ്ഡലം. ദെൻ എന്താണ്? 1947 പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, വെണ്ണക്കല്ലിൻ്റെ കഥ, സ്പർശമണികൾ, ബലിദർശനം. കടലാസ് തോണികളെ കടലോളം പോയി വരുവിൻ മലവെള്ളത്തിൽ. അവൾ കൂട്ടുകാരെ നമുക്ക് ഹിൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്താൽ മതി? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിയാൽ മതി. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ. കൂട്ടുകാരൊക്കെ ഇതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എളുപ്പമായിരുന്നില്ലേ കൂട്ടുകാരെ? ഓക്കെ, ദെൻ കർണനോട് കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങിയത് ആര്? സൂര്യൻ, യുധിഷ്ഠിരൻ, ഇന്ദ്രൻ. ആരാണ് കൂട്ടുകാരെ?
യെസ്, നമുക്കറിയാം ആരാണ്. യെസ്, ഇന്ദ്രനാണ്. കർണനോട് കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങിയത് ആരാണ്? യെസ്, ഇന്ദ്രൻ. ആൻസർ ഇന്ദ്രൻ. ഓക്കെ, ദെൻ പ്രവർത്തനം 4 വിശകലനക്കുറിപ്പ്. സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിനു പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത്. അതായത് അവനവൻ ആത്മസുഖത്തിനാചരിക്കും അപരനു സുഖത്തിനായി വരേണം. മുകളിൽ നൽകിയ ശ്രീ നാരായണ ഗുരുവിൻ്റെ വചനത്തെയും കാവ്യശകലത്തെയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതുപോലൊരു പ്രവർത്തനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ എളുപ്പമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ യെസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഓക്കെ, എല്ലാ കൂട്ടുകാരും വിശകലനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. 8ൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു. ആരാണ് ദിനപത്രവുമായിട്ട് എത്തിയിരുന്നത്? അക്കിത്തം, കുട്ടിരാമമേനോൻ മാസ്റ്റർ, അബ്ദുൾ റഹ്മാൻ സാഹിബ്. ആരാണ് കൂട്ടുകാരെ? അതെ, കുട്ടിരാമമേനോനാണല്ലേ. ആൻസർ എന്താണ്? കുട്ടിരാമമേനോൻ. ദെൻ പ്രവർത്തനം 5 നോക്കാം നമുക്ക്. അനുഭവക്കുറിപ്പാണല്ലേ. ഒടുവിൽ കസേരയിലിരുന്നു ഗുരു മന്ദസ്മിത ഗൗരവം കൊണ്ട് ഞങ്ങളെ പുതപ്പിച്ചു. അക്കിത്തം കുട്ടിരാമൻ മേനോൻ മാസ്റ്ററെ അവതരിപ്പിച്ചത് നാം കണ്ടു. ഇതുപോലെ അധ്യാപകരോടൊപ്പമുള്ള ഒരു അനുഭവം എഴുതുക. എളുപ്പമല്ലേ? അനുഭവക്കുറിപ്പ് കൂട്ടുകാർ തയ്യാറാക്കിയില്ലേ? എന്തൊക്കെയാണ്? നമ്മൾ വൈകാരിക ഉണർത്തുന്ന വിധത്തിൽ അനുഭവങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ടാകണം. ദെൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഭാവം മനസ്സിൽ തട്ടും വിധം അവതരിപ്പിക്കുന്ന ഭാഷ, അതായത് ആത്മാംശം, സവിശേഷ പ്രയോഗം, ശൈലി എന്നിവ നിങ്ങൾ ഈ അനുഭവക്കുറിപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടാവണം. ദെൻ അനുയോജ്യമായ ഭാഷ, വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ചെഴുതിയിട്ടുണ്ടാകണം. ഇതെല്ലാ കാര്യങ്ങളും കൂട്ടുകാർ ശ്രദ്ധിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ പ്രവർത്തനം നമുക്ക് 6 നോക്കാം. പ്രവർത്തനം 6 എന്താണ്? കുറിപ്പല്ലേ. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ വള്ളത്തോൾ. സ്വർണം കൊണ്ടുള്ള കൂടാണെങ്കിലും അതിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന കിളിയുടെ അവസ്ഥ ദയനീയമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അഭിമാനമുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്ന കിളിയുടെ മനോവിചാരങ്ങൾ എന്തൊക്കെയാവും? സങ്കല്പിച്ചു നോക്കൂ, ഒരു കുറിപ്പാക്കുക. എളുപ്പമല്ലേ കൂട്ടുകാരെ? നമ്മളൊരു കുറിപ്പ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ അതിൽ എഴുതണം? കിളിയുടെ മനോവികാരങ്ങൾ, അതുപോലെ തന്നെ എന്താണ്, അനുയോജ്യമായൊരു ഭാഷ വേണം. ദെൻ പ്രസക്തമായ ആശയങ്ങളും കൂട്ടുകാരുടേതായ നിലപാടുകളുമൊക്കെ കുറിപ്പിൽ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടാവണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇത് ആരുടെ വാക്യമാണ്? ആരുടെ വാക്യമാണ്? യെസ്, നമുക്കറിയാം ആരുടെയാണ്. ശ്രീനാരായണ ഗുരുവല്ലേ. എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ ഉത്തരം അറിയാമല്ലോ. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നല്ലേ കൂട്ടുകാരെ. ഇന്ന് നമുക്ക് നമ്മൾ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാം ഈസി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.